ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നമ്മൾ വായിക്കാൻ പോകുന്ന സങ്കീർത്തനം 115:2. അവരുടെ ദൈവം ഇപ്പോൾ എവിടെ എന്നോ ജാതികൾ പറയുന്നതെന്തിന്? നമ്മുടെ ദൈവമോ സ്വർഗത്തിൽ ഉണ്ട്. തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും അവൻ ചെയ്യുന്നു. അവരുടെ വിഗ്രഹങ്ങൾ പൊന്നും വെള്ളിയും ആകുന്നു, മനുഷ്യരുടെ കൈവേല തന്നെ. അവയ്ക്ക് വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല, കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല. അവയ്ക്കു ചെവിയുണ്ടെങ്കിലും കേൾക്കുന്നില്ല, മൂക്കുണ്ടെങ്കിലും മണക്കുന്നില്ല. അവയ്ക്കു കൈയുണ്ടെങ്കിലും സ്പർശിക്കുന്നില്ല, കാലുണ്ടെങ്കിലും നടക്കുന്നില്ല, തൊണ്ടയുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല. അവയെ ഉണ്ടാക്കുന്നവർ അവയെ പോലെയാകുന്നു. അവയിൽ ആശ്രയിക്കുന്ന ഏവനും അങ്ങനെ തന്നെ. ഇസ്രായേലേ, യഹോവയിൽ ആശ്രയിക്കുക, അവൻ അവരുടെ സഹായവും പരിചയവും ആകുന്നു. ആമേൻ, ഹല്ലേലൂയ. ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ദൈവം നമ്മളെ രക്ഷിക്കുന്ന കർത്താവാണ്, ദൈവം ആത്മാവാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഈ സന്ധ്യാസമയത്ത് ഈ വചനം ദൈവം നമ്മളെ ധ്യാനിക്കുവാൻ സഹായിച്ച കൃപയായ ദൈവത്തിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവ മക്കളെ, ഞാൻ ഒരുപാട് കഷ്ടത്തിലും വേദനകളിലും കടന്നുപോയ സമയങ്ങളിൽ ഒരു രാത്രി ഫുള്ള് ഞാൻ വിഗ്രഹത്തിൻ്റെ മുന്നിലും ഫോട്ടത്തിൻ്റെ മുന്നിലും എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങൾ നേരിട്ടപ്പോൾ ഒരു രാത്രി ഫുള്ള് ഉറങ്ങാണ്ട് പുലർച്ചെ വരെ ഞാൻ വിഗ്രഹത്തിന് മുമ്പിൽ ഇരുന്ന് കരഞ്ഞ് 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 ഞാൻ പ്രാർത്ഥിച്ചു. എന്നെ ആരും രക്ഷിച്ചിട്ടില്ല, അവയൊന്നും വന്ന് എന്നെ രക്ഷിച്ചിട്ടില്ല. ഞാൻ ദൈവത്തെ അറിഞ്ഞ ശേഷമാണ് സമാധാനം എന്താണ്, സന്തോഷം എന്താണ് പറഞ്ഞത് അനുഭവിക്കുന്നത്. നാം പോകാത്ത അമ്പലങ്ങളില്ല, നാം പ്രാർത്ഥിക്കാത്ത ദൈവങ്ങളില്ല. ആ ദൈവങ്ങളൊക്കെ നാം പറയുന്നത് അത് മാത്രമേ അത് കേട്ടിട്ടിരിക്കുകയാണ്. അവരൊന്നും ഇങ്ങോട്ട് സംസാരിക്കില്ല, നാം പോയി അവരത് സംസാരിക്കുകയാണ്. എൻ്റെ പ്രശ്നങ്ങൾ ഇങ്ങനെ, എൻ്റെ ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ, എൻ്റെ കഷ്ടപ്പാടുകൾ ഇങ്ങനെ, എന്നെ രക്ഷിക്ക്, എന്നെ സഹായിക്കുവായിട്ട് നാം പോയി അവൻ്റെ അടുത്ത് കരഞ്ഞ് 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 പ്രാർത്ഥിക്കുകയാണ്. പക്ഷെ അവർ അങ്ങനെ തന്നെ ഇരിക്കുകയാണ്, അവർക്ക് ഒരു മാറ്റവും ഇല്ല, അവിടുന്ന് അനങ്ങാനില്ല. അവർ സ്വർഗത്തിൽ ദൈവം അങ്ങനെയല്ല. ഞാൻ പ്രാർത്ഥിച്ചു, നിലവിളിച്ചു, കരഞ്ഞു, ദൈവം എന്നോട് സംസാരിച്ചു. ഹല്ലേലൂയ. ദൈവം സംസാരിക്കുന്ന ദൈവമാണ് നമ്മുടെ കർത്താവ്, നമ്മുടെ യേശു അപ്പൻ നമ്മളോട് സംസാരിക്കുന്ന ദൈവമാണ്, നമ്മൾ രക്ഷിക്കുന്ന കർത്താവാണ്. ആ ദൈവത്തെ പോലെ ആരുമില്ല. അതിന് ഞാൻ തന്നെ വലിയ സാക്ഷിയാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ബുദ്ധിമുട്ടുകൾ കഷ്ടപ്പാടുകൾ അനുഭവിച്ച കാലഘട്ടത്തിൽ എന്നെ ആരും സഹായിച്ചിട്ടില്ല. ദൈവം എന്നെ തിരഞ്ഞെടുത്തു. ഇന്ന് സമാധാനം എന്താണ്, സന്തോഷം എന്താണ്, എല്ലാം അനുഭവിക്കുന്ന, സമാധാനമായി ജീവിക്കുന്നു, സന്തോഷമായി ഇരിക്കുന്നു, സമാധാനത്തിൽ ഉറങ്ങണു, സമാധാനത്തിൽ ആഹാരം കഴിക്കുന്നു. എനിക്കൊരു രക്ഷയുണ്ട്. നാം മരിച്ചുപോയാൽ എൻ്റെ ദൈവം എൻ്റെ ആത്മാവിനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. ഒരു സ്വർഗമുണ്ട്, ഒരു നരകമുണ്ട്. എല്ലാം എന്നെ മനസ്സിലാക്കി തന്നു. ദൈവമക്കളെ ദൈവം സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. ഹല്ലേലൂയ. യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരുത്തരുടെ ദൈവം കൈവിടില്ല. അതെങ്ങനെ? പൂർണ്ണ ഹൃദയത്തോടെ ആയിരിക്കണം. കുറച്ച് വിളിച്ച് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ദൈവം നമ്മളെ സ്വർഗത്തേക്ക് കൊണ്ടുപോകും. കുറച്ച് ബൈബിൾ പഠിച്ചിട്ട് ദൈവം നമ്മളെ സ്വർഗത്തേക്ക് കൊണ്ടുപോകും. പണ്ട് പിന്നെ ഫോണും ചെവി വെച്ച് സംസാരിച്ച് നടന്നാൽ ദൈവം സ്വർഗത്തേക്ക് കൊണ്ടുപോകില്ല. ഈ വേദം ഉൽപ്പത്തി തൊട്ട് വെളിപ്പാട് വരെ പഠിക്കണം. അപ്പോഴേ ദൈവം സ്വർഗത്തേക്ക് കൊണ്ടുപോകും. ആദ്യം എൻ്റെ രാജ്യം നീതി അന്വേഷിപ്പിൻ, അതിൻ്റെ കൂടെ നിങ്ങൾക്ക് സകലതും ലഭിക്കും. അപ്പോൾ ദൈവം ആരാന്നുണ്ടെങ്കിൽ അറിയണമെങ്കിൽ നമ്മൾ ഫുൾ ബൈബിൾ പഠിച്ചിരിക്കണം. അപ്പോഴേ ദൈവം ആരാന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കർത്താവിൽ ആശ്രയിച്ച കർത്താവ് നമ്മൾ ഒരു നാളും കൈവിടാത്ത ദൈവമാണ്, രക്ഷിക്കുന്ന കർത്താവാണ്. ഹല്ലേലൂയ. ഈ സന്ധ്യാസമയത്ത് ഈ സങ്കീർത്തനം ധ്യാനിപ്പാൻ കർത്താവ് നമ്മളെ സഹായിച്ച കൃപയ്ക്ക് സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ,
നിങ്ങളൊക്കെ രക്ഷപ്പെടണമെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവത്തെ പ്രാർത്ഥിക്കുകയും ദൈവത്തെ വിളിക്കുകയും ലോകം തരുന്ന സമാധാനം പോലെയല്ല ദൈവസമാധാനം സ്നേഹവും ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ഉള്ള സന്തോഷം സമാധാനം അത് അനുഭവിക്കുന്ന ആൾക്കാർക്കേ അറിയുള്ളൂ. ആ സന്തോഷം എന്താണ്, സമാധാനം എന്താണെന്ന്. അത് കാശ് കൊടുത്തൊന്ന് വിലക്കി വാങ്ങണതല്ല ദൈവമക്കളെ. ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ നമുക്ക് സമാധാനം സന്തോഷം ലഭിക്കും. ദൈവം ഈ സന്ധ്യാസമയത്ത് ഈ വേദം നമ്മളെ ധ്യാനിപ്പാനും ഇത് വേദത്തെക്കുറിച്ച് സംസാരിപ്പാനും കർത്താവ് സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. ആമേൻ.